ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖിലെ എർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ഖത്തർ എയർവേസ്. പ്രാദേശിക സാഹചര്യങ്ങളെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഗൾഫ് മേഖലയിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായും കുടുംബ സന്ദർശനങ്ങൾക്കായും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസമാണ് നടപടി. പശ്ചിമേഷ്യയിലെ പ്രത്യേക സാഹചര്യങ്ങളെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ഖത്തർ എയർവേസ്. ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖിലെ എർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കമ്പനി പുനരാരംഭിച്ചത്. കഴിഞ്ഞ ദിവസം മുതലാണ് 3 നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ പുനഃസ്ഥാപിച്ചത്. ഇതോടെ ഈ റൂട്ടുകളിലേക്കുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലായിട്ടുണ്ട്. സർവീസുകൾ പുനരാരംഭിച്ചതോടെ ഖത്തറിൽ നിന്ന് ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സൗകര്യം വീണ്ടും ശക്തമായി. ബിസിനസ് ആവശ്യങ്ങൾക്കും കുടുംബ സന്ദർശനങ്ങൾക്കും ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് നിലവിലെ തീരുമാനം. ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പ്രധാന ട്രാൻസിറ്റ് കേന്ദ്രമായി ഉപയോഗിക്കുന്ന യാത്രക്കാർക്കും സർവീസുകൾ പുനഃസ്ഥാപിച്ചത് ഗുണകരമാകും. സർവീസുകൾ പുനഃസ്ഥാപിച്ചത് ഖത്തറിന്റെ പ്രാദേശിക വ്യോമയാന ബന്ധം കൂടുതൽ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചന കൂടെയാണ്. അതേസമയം സർവീസുകൾ വീണ്ടും തുടങ്ങിയെങ്കിലും വിമാനങ്ങളുടെ സമയക്രമത്തിലും പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഖത്തർ എയർവേസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർ യാത്ര തിരിക്കുന്നതിന് മുൻപ് വിമാന സമയം ഔദ്യോഗികമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ യാത്രാ ഡിമാൻഡ് ഉയർന്ന സാഹചര്യത്തിൽ സർവീസുകൾ പുനരാരംഭിച്ചത് പ്രവാസികൾക്കും സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും ഏറെ പ്രയോജനപ്പെടും. മേഖലയിലെ വ്യോമയാന സാഹചര്യം പൂർണ്ണമായും സ്ഥിരത കൈവരിച്ചെന്ന് ഉറപ്പാക്കുന്നതുവരെ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. പുറപ്പെടുന്ന സമയത്തിന് മുൻപ് വിമാനത്തിന്റെ സ്റ്റാറ്റസ്, സർവീസ് സമയം, വിമാനത്താവളത്തിലെ നിർദ്ദേശങ്ങൾ എന്നിവ പരിശോധിക്കുന്നത് യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.